ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിഷയുടെ കല്യാണം കണ്ടതിന് ശേഷം മേഘയും അതുപോലെ തന്നെ കല്യാണി തിരിച്ചിറങ്ങി വരികയാണ്. ആ സമയത്ത് മേഘ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ പറയുന്നുണ്ട്, എവിടെയായാലും അവൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു. അപ്പം തന്നെ കല്യാണി പറയുന്നുണ്ട്, അതിനുള്ള ചാൻസ് കുറവാണ്. കാരണം നമ്മൾ എങ്ങനെയാണോ ലോകത്തോടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതം നന്നായിട്ട് പോകുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായാലും കാലം അതിന് നമുക്ക് തിരിച്ചടി തരാതിരിക്കില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റിന് നമ്മൾ എത്രത്തോളം ശിക്ഷിക്കപ്പെടുന്നോ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ദൈവം നമുക്കായിട്ട് ഉണ്ടാക്കിത്തരും. അതെൻ്റെ വിശ്വാസമല്ല, എൻ്റെ അനുഭവമാണ്, മേഘയോട് പറയുന്നുണ്ട് കല്യാണി. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ മാറി നിന്നിട്ട് രാഹുൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അവരവിടുന്ന് പോവോ അല്ലെ അവിടെ തന്നെ നിൽക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ രാഹുൽ നോക്കി നിൽക്കെ തന്നെ അവർ രണ്ടുപേരും കാറിൽ കയറി അവിടുന്ന് പോവുകയാണ്. അവരവിടുന്ന് പോയതിനു ശേഷമാണ് രാഹുൽ തിരിച്ചകത്തേക്ക് കയറി പോകുന്നത്. ആ സമയത്ത് മനോഹറിൻ്റെ കൈകളിലേക്ക് നിഷയുടെ കൈകൾ ചേർത്ത് വെക്കുകയാണ് അവളുടെ അച്ഛൻ. അതിനുശേഷം അവർ മണ്ഡപം അവിടെ വലം വെക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് രാഹുലിൻ്റെ ഫോണിലേക്ക് സരയുവിൻ്റെ കോൾ വരുന്നത്. അപ്പോൾ അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സരയു ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, ഇവിടെ ഞങ്ങളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക. രാഹുൽ പറയുന്നുണ്ട്. എന്ത് ഫംഗ്ഷൻ? അവൾ ചോദിക്കുകയാണ്. ഇന്ന് അവൻ്റെ കല്യാണമാണ്. രാഹുൽ അറിയാതെ നാവിൽ നിന്ന് സത്യം വീണു പോകുന്നുണ്ട്. അപ്പം സരയു ശരിക്കും ഷോക്കായി പോവാണ്. കല്യാണോ? വട്ട് പറയരുത് കേട്ടോ. സരയു ദേഷ്യത്തോടെ അച്ഛനോട് തട്ടിക്കയറുകയാണ്. അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, അതുകൊണ്ട് അവന് മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. അപ്പോഴാണ് സരയുവിന് കുറച്ചൊരു സമാധാനമായത്. എങ്കിലും അവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്നോട് പറഞ്ഞില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാനും വന്നേനെയല്ലോ. അപ്പം വലം വെക്കുന്ന മനോഹറിനെ നോക്കിക്കൊണ്ട് രാഹുൽ പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾക്കങ്ങ് പോവണം. അപ്പം സരയു പറയാണ്, ഫ്രീ ആകുമ്പം വിളിക്കാൻ പറയണേ. ഇന്ന് ഫ്രീ ആവുമെന്ന് പറയാൻ കഴിയില്ല, രാഹുൽ സംശയത്തോടെ പറയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞാൽ മതി. തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സരയു പിറുപിറുത്തുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദേഷ്യത്തോടെ ഫോൺ വെച്ചിട്ട് രാഹുലും ചിന്തിക്കുന്നുണ്ട്, അതെ ഇനി തലയ്ക്ക് വെളിവില്ലാതാവുന്നത് നിനക്കാ. 3 വട്ടം മണ്ഡപം വലം വെച്ചതിന് ശേഷം അവിടെ നിൽക്കുമ്പോൾ രാഹുൽ മനോഹറിനോട് പറയുന്നുണ്ട്, മോളാ വിളിച്ചത്? ഓ അത് ശരി. അപ്പോഴേക്കും സനലും അങ്ങോട്ടേക്ക് സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അവർ പോയി, കണ്ടു. അതിനുശേഷം മനോഹറിനോട് പറയാണ്, എടാ അളിയാ, ഇങ്ങനെ മുഖംമൂടിയൊക്കെ അണിഞ്ഞു നിന്നാലേ നിൻ്റെ ഫോട്ടോ കല്യാണ ഫോട്ടോയിൽ വരില്ല നിൻ്റെ മുഖം, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. അപ്പോൾ മനോഹറും പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നമുക്കിനി ഫോട്ടോ സെക്ഷനിലേക്ക് പോവാം, അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നിഷയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. അവർ രണ്ടുപേരും പോയപ്പോൾ വിലാസിന് പറയുന്നുണ്ട്, അങ്ങനെ ആഡംബരം ഇത്തിരി കുറഞ്ഞാലും ആ ചടങ്ങ് കഴിഞ്ഞു. അതെ അതെ, ശിവദാസനും സന്തോഷത്തോടെ പറയാണ്. എന്തോന്ന് അതെ എന്ന്, ചാവാനായിട്ട് ഒരുത്തി വന്നിട്ടുണ്ടായിരുന്നല്ലോ, കൂടെ അവളുടെ ഒരു കൂട്ടുകാരിയും. പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല, നാശങ്ങൾ. അപ്പം അയാൾ പറയുന്നുണ്ട്, ആരുടെയും ശാപം ഈ സമയത്ത് പിടിച്ചു വാങ്ങല്ലേ വിലാസിനി, അല്ലേടോ? രാഹുലിനോട് ചോദിക്കുകയാണ്. അതെ അതെ. എന്നിട്ട് രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശാപം പിടിച്ചു വാങ്ങിയില്ലെങ്കിലും ഇനി മുതൽ തൻ്റെ മോളുടെ ജീവിതം ശവപ്പറമ്പാണ്. അതേസമയം മനോഹറൊക്കെ വേഷം മാറ്റി നിഷയും മനോഹറും ചേർന്നിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, കല്യാണ ഫോട്ടോസൊക്കെ. ആ സമയത്തൊക്കെ മനോഹർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, കൂടുതലൊന്നും എടുക്കാത്തതാണ് നല്ലത്, 1 വർഷത്തെ ദാമ്പത്യത്തിന് ഇത്രയേറെ ഫോട്ടോസൊക്കെ വേണോ? അത് കണ്ടുകൊണ്ടാണ് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നത്. രാഹുലിനെ മനോഹർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. മാത്രമല്ല സനലിനെയും ബന്ധുക്കാരെയും ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. മനോഹർ വീണ്ടും രാഹുലിനെ വിളിച്ച് അതുപോലെ ശിവദാസിനൊക്കെ വിളിച്ചപ്പോൾ രാഹുലിന് വന്ന് ഫോട്ടോയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ രാഹുലും കൂടെ ആ ഫോട്ടോയിൽ പങ്കെടുക്കുകയാണ്. രാഹുലിനോട് പുഞ്ചിരിക്കാനൊക്കെ പറഞ്ഞതിന് ശേഷം മനോഹർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, രാഹുൽ പ്ലസ് ശിവദാസൻ ഈസ് ഈക്വൽ ടു മനോഹർ. ആ സമയത്ത് രാഹുൽ ചിന്തിക്കുന്നുണ്ട്, മൂത്ത മോളെ ഓടിച്ചിട്ട് ഇളയ മോളുടെ കല്യാണം ആഘോഷിക്കുക. ദുരന്തമാ ശിവദാസ നിന്റെ സന്തതിക്ക്, ദുരന്തം. അതൊക്കെ ആലോചിച്ചിട്ട് രാഹുലിന് ചിരി വരികയാണ്. അപ്പം മനോഹർ പറയുന്നുണ്ട്, സ്മൈൽ പ്ലീസ്, അത്രയ്ക്ക് ചിരി വേണ്ട. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ വന്നിട്ട് രാഹുലിന് കൈ കൊടുക്കുകയാണ് മനോഹർ. മനോഹർ പറയുന്നുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എടാ സനലേ, 10ൽ എത്ര മാർക്ക് കൊടുക്കാടാ? അപ്പോൾ സനൽ പറയുന്നുണ്ട്, ഞാനൊരു 9 മാർക്ക് കൊടുക്കാം. ഞാനൊരു 9.5 കൊടുക്കും, മനോഹർ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറയാണ്, കളിയാക്കണ്ട, ഇതിനൊക്കെ നിനക്ക് ദൈവം വെച്ചിട്ടുണ്ട്. അതെ അതെ, നിങ്ങൾക്ക് ദൈവം വെച്ചതാണ് എന്നെ, മനോഹർ തിരിച്ച് പരിഹസിക്കുകയാണ്. സനലേ, ഞാൻ പറഞ്ഞില്ലേടാ, സംസാരിക്കാൻ കഴിയാത്തൊരു സ്ത്രീയെയാ ആയ കാലത്ത് ഇയാൾ ചതിച്ചു കളഞ്ഞത്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഒന്ന് ചുമ്മാതിരിക്കടാ, ഇനി ലോകത്തുള്ള എല്ലാവരോടും ഇത് കൊട്ടിഘോഷിക്കണോ? അപ്പോൾ സനലും പറയുന്നുണ്ട്, അല്ല എന്നാലും വളരെ മോശമായിപ്പോയി അങ്കിളെ, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ആൾക്കാരുടെ വൈകല്യത്തെ ചൂഷണം ചെയ്യാറില്ല, നിങ്ങൾ അതും ചെയ്തു കളഞ്ഞല്ലോ. അപ്പോൾ രാഹുൽ വേഗം പറയുന്നുണ്ട്, നിങ്ങളിനി അതേപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട, എനിക്ക് സംസാരിക്കാനും താല്പര്യമില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശിവദാസനും ഭാര്യയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ സ്നേഹത്തോടെ മനോഹറിനോട് പറയാണ്, മോനെ എല്ലാം അറിയാലോ, കേട്ടോടോ രാഹുലേ, മൂത്ത മോളുടെ കല്യാണവും നടത്താൻ പറ്റിയില്ല, ഇതാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെയായി. എന്നാലും ഇനിയുള്ള ജീവിതം ആർഭാടമായിരിക്കണം. ഇത്തിരി മുൻകോപം കൂടുതലാണ് അവൾക്ക്, എങ്കിലും മോനെ അവൾക്ക് ജീവനാ.
അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, റോഹൻ്റെ കാര്യത്തിൽ സംശയമൊന്നും വേണ്ടടോ, ഇവനെ തൻ്റെ മോളെ ജീവൻ്റെ ജീവനായി കരുതും, ചിലപ്പോൾ ജീവൻ എടുക്കുകയും ചെയ്യും. അത് കേട്ടതും മനോഹറും ശിവദാസനൊക്കെ ഞെട്ടുകയാണ്. ശിവദാസൻ ചോദിക്കുന്നുണ്ട്, എന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? അല്ല, സ്നേഹിച്ച് ജീവൻ എടുക്കൂന്നാണ് പറഞ്ഞത്. നമ്മൾ പറയാറുണ്ടല്ലോ സ്നേഹിച്ച് കൊല്ലൂന്നൊക്കെ. ഓ അങ്ങനെ. ശിവദാസൻ ചിരിക്കുകയാണ്. അപ്പം മനോഹർ കണ്ണോട് കാണിക്കുന്നുണ്ട്, താൻ വായു പൂട്ടിക്കോന്നൊക്കെ അർത്ഥത്തിൽ. ഇവനെ തനിക്കൊട്ട് മനസ്സിലായിട്ടില്ലെന്നാണ് ഇവൻ പറയുന്നത്. അപ്പം മനോഹർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഉപദേശം തരുമായിരുന്നോ? അച്ഛൻ്റെ മോളെ പൊന്നുപോലെ നോക്കാനാ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത്. അതറിയാം മോനെ. എങ്കിലും ഏതൊരു അച്ഛനും അമ്മയ്ക്കും പെൺമക്കൾ പോകാറാവുമ്പോൾ ഒരാശങ്ക ഉണ്ടാവാതിരിക്കുമോ? അങ്ങനെ ഒരു ആശങ്ക ഇവൻ്റെ കാര്യത്തിൽ വേണ്ട എന്നാണ് ഇവൻ പറഞ്ഞത്. രാഹുൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സനലും പറയാണ്, ഒരുപാട് വിവാഹാലോചനകൾ വന്നതാ, ഞാൻ തന്നെ ഒരു 10-15 കൊണ്ടുവന്നതാ, പക്ഷെ ആരെയും ഇഷ്ടപ്പെട്ടില്ല. ബന്ധത്തിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, അവരെ ആരും വിവാഹം കഴിക്കാത്തതിൻ്റെ പേരിൽ പരാതിയോട് പരാതിയാ. അപ്പം മനോഹർ പറയാണ്, അതുകൊണ്ടല്ലേ അച്ഛാ ഞാനും പറഞ്ഞത്, മരണം നടന്നെങ്കിലും പിടിച്ച പിടിയാലെ കല്യാണം നടത്താമെന്ന്. ഒരുപക്ഷെ മാമ മരിച്ചതിൻ്റെ പേരിൽ ഞാൻ കല്യാണം നീട്ടിവെച്ചാലേ എന്നെ സ്നേഹിക്കുന്ന മുറപ്പെണ്ണുങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇടിച്ചു കയറി വരും. അതെ അതെ, അങ്ങനെ ഒരു ടെൻഷൻ ഇവനുണ്ടായിരുന്നു. അതിവൻ നേരത്തെ എന്നോടും സൂചിപ്പിച്ചതാ, രാഹുൽ പറയുന്നുണ്ട്. ഏതായാലും എല്ലാം മംഗളമായി നടന്നല്ലോ, ശിവദാസൻ സമാധാനത്തോടെ പറയാണ്. അപ്പോഴേക്കും നിഷയും വീട്ടുകാരും ബാക്കിയുള്ള ആൾക്കാരും കൂട്ടുകാരികളൊക്കെ കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ശിവദാസൻ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് ഏൽപ്പിക്കുക. അത് ഏൽപ്പിച്ച് കഴിഞ്ഞല്ലോ കതിർമണ്ഡപത്തിൽ വെച്ച് തന്നെ, രാഹുൽ പറയുന്നുണ്ട്. എങ്കിലും പുറപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പം രാഹുൽ മനസ്സിൽ വിചാരിക്കുക, അതെ അതെ, ഇതൊരു ചടങ്ങ് തന്നെയാണ്, സ്ഥിരമായി തിരിച്ചു വരാനുള്ളൊരു പുറപ്പെടലാണ് ഇത്. അപ്പോഴേക്കും വിലാസിനിയും മോളും ഒക്കെ കൂടെ അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നു. വിലാസിനിയുടെ കണ്ണ് നിറയുന്ന കണ്ടപ്പോൾ തന്നെ ശിവദാസൻ പറയുന്നുണ്ട്, മോൾക്കൊരു സങ്കടം ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? മനഃപൂർവ്വം അല്ലല്ലോ, എൻ്റെ കണ്ണ് നിറയുന്നതല്ലേ. അപ്പോൾ സനൽ പറയാണ്, ഇനി ഇവരുടെ അടുത്തുനിന്ന് റോഹൻ്റെ അടുത്തുനിന്ന് മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിരിക്കും നിങ്ങൾ സങ്കടപ്പെടുന്നത്. ഇവൻ സ്നേഹിക്കുന്നവരെ ഉടുമ്പിനെ പോലെ പിടിക്കുന്നവരുടെ കൂട്ടത്തിലാണ്, പിന്നെ ആർക്കും വിട്ടുതരില്ല. അതൊക്കെ കേൾക്കുമ്പോൾ നിഷ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ വിചാരിക്കുന്നുണ്ട്, നാണം കെട്ടവന്മാരെ, നിൻ്റെയൊക്കെ കാലേ വാരി അടിക്കേണ്ടതാ, രണ്ടായിട്ട് വലിച്ചു കീറേണ്ട സമയം കഴിഞ്ഞു. അതിനുശേഷം ഛേ എന്ന് പറഞ്ഞപ്പം സൗണ്ടിലായിപ്പോയി. അപ്പോൾ എല്ലാവരും അയാളെ നോക്കുന്നുണ്ട്. എന്താടോ ശിവദാസൻ ചോദിക്കുന്നുണ്ട്. ഏയ് അത് എന്തോ പ്രാണി മുഖത്തായി പോയി എന്നാണ് തോന്നുന്നേ. അങ്ങനെ എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് മനോഹറിൻ്റെ കൂടെ തന്നെ നിഷ പോവുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ രാഹുലും പോകുന്നുണ്ട്. അപ്പം ശിവദാസൻ ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ഇത്രയും നല്ലൊരു ബന്ധം ആർക്കും കിട്ടിയിട്ടില്ല, പിന്നെ താനെന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത്? അപ്പോൾ കരഞ്ഞുകൊണ്ട് അവർ പറയാണ്, എത്ര നല്ല ബന്ധം കിട്ടിയാലും പെൺമക്കൾ ഇറങ്ങിപ്പോകുമ്പോൾ കണ്ണ് നിറയില്ലേ ദാസേട്ടാ? ഇനി എന്നും ചിരിച്ച മുഖവുമായിട്ട് നിൽക്കുന്ന നമ്മുടെ മോളെ കാണുമ്പോൾ ആ കരച്ചിലൊക്കെ മാറിക്കോളും, അയാളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ സനലൊരുക്കിയ വാടക വീട്ടിലേക്കാണ് നിഷയെയും കൂട്ടിക്കൊണ്ട് മനോഹർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മനോഹർ അടക്കം ആ വീട് കാണുന്നത്. അവൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇറങ്ങുകയും നിഷയെ അകത്തേക്ക് കൂടെ ക്ഷണിക്കുകയും അമ്മയായിട്ട് അഭിനയിക്കാൻ വന്ന സ്ത്രീയൊക്കെ അതുപോലെ തന്നെ അഭിനയിച്ചിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ്. നിഷയുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ് അവർ. നിഷ അകത്തേക്ക് കയറുമ്പോൾ മനോഹർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലതുകാല് വെച്ച് തന്നെ കയറണേ മോളെ. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, എങ്കിലേ ഇടതുകാല് വെച്ച് ഇറങ്ങാൻ പറ്റൂ. അങ്ങനെ നിഷ വലതുകാല് വെച്ച് ആ വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയ സമയത്ത് മനോഹർ അവിടെ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ മനോഹർ എന്ന കല്യാണരാമന് ഒരു ഭാര്യ കൂടിയായി. അവർ തമ്മിലുള്ള മധുവിധു ആഘോഷിക്കാൻ മനോഹർ എന്ന കല്യാണരാമൻ അറിയാം. അവനിങ്ങനെ സ്വയം പുഞ്ചിരിക്കുകയാണ്. നിലവിളക്ക് നേരെ പൂജാമുറിയിലേക്ക് കൊണ്ടുവച്ചിട്ട് നിഷ പ്രാർത്ഥിക്കുമ്പോഴേക്കും മനോഹറും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവരൊരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിയുടെ വീട്ടിലേക്ക് കിരൺ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കിരൺ വന്ന സമയത്ത് കല്യാണി ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് കിരണിനോട് സംസാരിക്കുകയാണ്. അപ്പം കിരൺ പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയിട്ടെന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ എങ്ങനെയായാലും ഞങ്ങൾ താലികെട്ടലൊക്കെ കണ്ടു. മാഗ്നയ്ക്ക് അതൊരു സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെന്നാണ് മാഗ്ന ആഗ്രഹിക്കുന്നത്. അപ്പം കിരൺ പറയുന്നുണ്ട്, അതിനുള്ള ചാൻസ് വളരെ കുറവാണ്, അങ്ങനെയുള്ള സ്വഭാവമാണല്ലോ അവളുടേത്, നമ്മൾ നോക്കണ്ട. പിന്നെ കല്യാണ ചെക്കൻ്റെ മുഖം കാണാൻ പറ്റിയില്ല, അവർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് വന്നിട്ടുണ്ടായിരുന്നത്, കല്യാണി പറയാണ്. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു, നമ്മുടെ അയലത്തുള്ള അയാളൊക്കെ കല്യാണത്തിനുണ്ടായിരുന്നു, അങ്കിള്, കിരണേട്ടൻ്റെ അങ്കിള്. ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, കിരൺ പറയുന്നുണ്ട്, അവിടെയും കല്യാണം വിളിച്ചതാണല്ലോ, അതുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്തായാലും കല്യാണം കഴിഞ്ഞല്ലോ, സമാധാനമായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. മാഗ്ന എന്തായാലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനേ ആഗ്രഹിക്കുള്ളൂ എന്നൊക്കെ കല്യാണിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് കിരൺ പറയുന്നത്, നമുക്ക് നാളെ ഒന്ന് പുറത്തേക്ക് പോകണം ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഡൽഹിയിലേക്ക് പോകുമ്പോൾ നിനക്ക് കൊണ്ടുപോകേണ്ട ഡ്രസ്സൊക്കെ. അപ്പം കല്യാണി സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, അതല്ല ഇന്നിപ്പോൾ പോയ മീറ്റിംഗ് എന്തായി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കിരണിൻ്റെ മുഖം വാടുകയാണ്. എന്താ കാര്യം ചോദിക്കുന്ന സമയത്ത് 2-3 ഏകദേശം കരാറ് സെറ്റായിട്ടുണ്ട്, പക്ഷേ ഹരിയേട്ടനെ മാത്രം അയച്ചാൽ പറ്റില്ല, ഞാനും കൂടി ജോയിൻ ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയിലേക്ക് പോകണമെന്നാണോ കിരണേട്ടൻ പറയുന്നത്?
മോളെ അത് പോയേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഇതൊന്നും കളയാൻ പാടില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയൊന്നുമില്ല, പക്ഷേ എൻ്റെ ബലം കിരണേട്ടനാണ് എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. അതൊന്നും വിഷമിക്കേണ്ട, നീ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴേക്കും നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾക്കാരുണ്ടാവും. എങ്കിലും ഒരാഴ്ചയൊക്കെ നമ്മൾ പിരിഞ്ഞ് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കല്യാണി സങ്കടത്തോട് ചോദിക്കുകയാണ്. എനിക്കും അത് വിഷമമുള്ള കാര്യമാണ്, പക്ഷേ എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ട് വേണം നീ എന്തും ചെയ്യാൻ. അതുകൊണ്ട് നിനക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയൊരു ഇത് കളയാൻ പാടില്ല. മാത്രമല്ല അവിടെ നിന്നെ ആദരിക്കുന്ന ചടങ്ങ് മാത്രമല്ല, പെയിൻറ്റിങ്സിൻ്റെ ഒരു പുതിയൊരു മത്സരം തന്നെ ഉണ്ട്. അതിൽ നീ തന്നെ പങ്കെടുത്ത് വിജയിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ കിരണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കല്യാണിയോട് പറയാണ്. അവസാനം കല്യാണി കിരണിന് വേണ്ടിയിട്ട് അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.